മലയാളത്തിന്റെ ഇതിഹാസകാരന് ഇന്ന് 96-ാം പിറന്നാൾ. മൺമറഞ്ഞ് 2 പതിറ്റാണ്ടായിട്ടും ഇന്ന് മലയാളിയുടെ സർഗസിരകളിൽ ത്രസിക്കുന്ന വാക്കുകളാണ് ഒ.വി. വിജയനും അദ്ദേഹത്തിന്റെ സാഹിത്യ രചനകളും. തസ്രാക്കിലടക്കം വിവിധ പരിപാടികളാണ് വിജയൻ സാഹിത്യ പ്രേമികൾ ഇന്ന് ഓർമ്മദിനത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. സായാഹ്ന യാത്രകളുടെ അച്ഛ, വിടതരിക മന്ദാരത്തിന്റെ ഇലകൾ ചേർത്തു തുന്നിയ ഈ പുനർജനിയുടെ കൂടുവിട്ട് ഞാൻ യാത്രയാവുകയാണ്. ഒ.വി. വിജയൻ എന്ന മലയാളത്തിന്റെ ഇതിഹാസകാരനെ മലയാളിക്കെന്നല്ല ലോകത്തെ സാഹിത്യപ്രേമികൾക്കൊരിക്കലും മറക്കാനാകില്ല. അത്രയ്ക്ക് സൗന്ദര്യാത്മകമായിരുന്നു വിജയന്റെ എഴുത്തുകൾ ഓരോന്നും. ഖസാക്കിന്റെ ഇതിഹാസവും ധർമ്മപുരാണവും ഗുരുസാഗരവും മധുരം ഗായതിയും എല്ലാം ഇന്നും മലയാളികളുടെ ഗൃഹാതുരശ്രുതികളായി അവരുടെ മനോമുകുരങ്ങളിൽ തങ്ങി നിൽക്കുന്നു. കത്തിമുനിയുടെ മൂർച്ചയുള്ള വാക്കുകളും വരകളും കൊണ്ട് സമ്പന്നമായിരുന്നു വിജയന്റെ സാഹിത്യ സഭര്യ. അധികാരത്തിന്റെ ഹുങ്കിനും പ്രത്യയശാസ്ത്ര പിടിവാശികൾക്കുമെതിരെയും ഓരോ സമയം പോരാടിയ വിജയനെ മലയാളി അറിയുന്നത് വെറുമൊരു എഴുത്തുകാരൻ മാത്രമായല്ല, പോരാളിയായി കൂടിയാണ്. കാർട്ടൂണിസ്റ്റായും കഥാകൃത്തായും നോവലിസ്റ്റായും തിളങ്ങിയ ഒ.വി. എന്ന രണ്ടക്ഷരം ആരുടെയും ഔദാര്യത്തിലല്ല മലയാളത്തിന്റെ സാഹിത്യ സദസ്സിൽ കസേര വലിച്ചിട്ടിരുന്നത്. എം.ടിയും ബഷീറും തകഴിയും മുട്ടത്തുവർക്കിയും ആശാമേനോനും മറ്റും നിറഞ്ഞുനിന്ന മലയാള സാഹിത്യത്തിൽ തന്റേതായ വ്യക്തിത്വ രചനകൾ കൊണ്ടാണ് സ്വന്തം ഇടം കൈവരിച്ചത്. വൈകിയാണെങ്കിലും അർഹമായ പരിഗണന പലവിധ പുരസ്കാരങ്ങളുടെ രൂപത്തിൽ വിജയനെ തേടിയെത്തി. ഒരു ആരാധകൻ അദ്ദേഹത്തോട് നേരിൽ ചോദിച്ചതുപോലെ, ഇനി നിങ്ങൾക്ക് എന്തിന് ഈ കൈകൾ, ഇത് വെട്ടിക്കളഞ്ഞൂടെ എന്ന ചോദ്യം പോലും ആ മഹാ എഴുത്തുകാരന്റെ തൂലികയുടെ മൂർച്ചയെ വെളിപ്പെടുത്തുന്നതായി. ഖസാക്കിന്റെ ഇതിഹാസത്തിനടക്കം നിരവധി ലോക പരിഭാഷകളാണ് ഇതിനകം ലഭിച്ചത്. പാലക്കാട് തേങ്കുറിശ്ശിയിലെ അമ്മ വീട്ടിലും മങ്കരയിലെ അച്ഛൻ വീട്ടിലും കൗമാരം ചെലവിട്ട ശേഷം കോഴിക്കോട്ടേക്കും മദ്രാസിലേക്കും പറിച്ചു നടപ്പെട്ട വിജയന്റെ യൗവനകാലം, ഓട്ടുപുലാക്കൽ വേലിക്കുട്ടിയുടെ മകൻ പെരുവമ്പിനടുത്തുള്ള തസ്രാക്കിലെ സഹോദരി ശാന്തിയുടെ അധ്യാപന ജീവിതത്തിലെ ഇടവേളയിൽ ശേഖരിച്ച ഓർമ്മകളാണ് അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസായി ആദ്യ നോവലായി പിന്നീട് പിറന്നത്. തൊട്ടതൊക്കെയും പൊന്നാക്കി കൈരളിക്ക് സമ്മാനിച്ച് കടന്നുപോയ ഒ.വി. വിജയൻ ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ 96-ാം പിറന്നാൾ ആഘോഷിക്കാൻ ജീവിച്ചിരുന്ന കാലത്തേക്കാൾ ഒരുപാട് പേരുണ്ടായേനെ. 1930 ജൂലൈ 2-ന് ആരംഭിച്ച ആ ജീവിത സബര്യ സാർത്ഥമാക്കി തന്നെയാണ് വിജയൻ 2005-ൽ യാത്ര പറഞ്ഞത്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അടക്കം നിരവധി അവാർഡുകളും പത്മശ്രീയും ലഭിച്ചു. കോമൻകാവിൽ ബസ് വരാനായി രവി കാത്തുകിടന്നു. വിജയന്റെ മാജിക്കൽ റിയലിസത്തെ കാത്ത് ഏറെക്കാലം മലയാളവും. UTV ന്യൂസ്, പാലക്കാട്.